Arguments against monopoly. The arguments against monopoly are as follows. Monopoly promotes inefficiency. Monopoly is often considered to be bad. The major objection to monopoly is that it causes economic inefficiency. It leads to a lower output and to higher prices than would exist under perfect competition. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഒരു ഫേം ഒരു പ്രൊഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ അവർക്ക് വളരെ കുറച്ച് പ്രൊഡക്ട്സ് എത്ര പ്രൈസ് വേണമെങ്കിൽ കൂട്ടി വിൽക്കാവുന്നതാണ്. ഔട്ട്പുട്ട് കുറവാണെങ്കിൽ പോലും അവർക്ക് എത്ര വേണമെങ്കിലും കൂട്ടി വിൽക്കാവുന്നതാണ്. ആൻഡ് ദിസ് ലീഡ്സ് ടു എക്കണോമിക് ഇൻഎഫിഷ്യൻസി. Welfare loss in monopoly. In addition to the monopolist producing lower level of output at higher prices, the monopolist produces at an output where the price PM monopoly price is greater than the MCM marginal cost of monopoly. This means the value of the last unit produced by the monopolist PM is greater than the cost MCM. So from society's point of view, the monopolist is producing too little output. വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഇവർക്ക് എത്ര വേണമെങ്കിലും കൂട്ടി വിൽക്കാവുന്നത് കൊണ്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് വളരെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവരുടെ പ്രൈസ് എന്നും മാർജിൻ കോസ്റ്റിനേക്കാളും കൂടുതലായതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ടിലല്ല പ്രൊഡക്ട്സ് കിട്ടുന്നത്. സോ വെൽഫെയർ ലോസ് സംഭവിക്കുന്നു. Monopoly results in concentration of economic power. Monopoly leads to concentration of economic power because the monopolist controls substantial quantities of inputs and outputs, something that the biggest itself is bad in a democratic society of reasons related to equity, justice and quality. മോണോപോളിയിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൈയടക്കിയിരിക്കുന്നത് ഒരു ഫേമാണ്. സോ ഈ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് പവറും ഒരു ഫേമിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ഈക്വാലിറ്റിയാണ് വേണ്ടത്, കോൺസെൻട്രേഷൻ അല്ല. സോ ഇതൊരു ഡീമെറിറ്റാണ്. മോണോപോളി റിട്ടാർഡ്സ് ഇന്നോവേഷൻ. It is also argued that lack of competition tends to retard technological advance. The monopolist becomes comfortable earning his monopolist profits, so he does not work hard for product improvement, advanced technology to promote efficiency, etc. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫേം എന്ത് വിൽക്കുന്നുവോ അത് മാത്രമായിരിക്കും ബയേഴ്സിന് വാങ്ങാൻ കഴിയുന്നത്. ബയേഴ്സിന് വേറെ ഓപ്ഷൻ ഇല്ല. സോ സെല്ലേഴ്സ് വളരെ കംഫർട്ടബിൾ ആവുന്നു. അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റോ എഫിഷ്യൻസിയോ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു ഇന്നോവേഷനും നടക്കുന്നില്ല. Unfair practices. Monopolists tend to corrupt the body politic because of their strong financial resources and powerful position. They are able to bribe legislators and bring pressure on them, pass such laws as are favorable to them. They even bribe the judges to pass the judgment in their own favor. ഇവിടെ മോണോപോളി ഫേംസ് കുറേ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര പവർഫുള്ളായിരിക്കും. അവർക്ക് പൊളിറ്റിക്കൽ ബോഡീസിനെ സ്വാധീനിക്കാൻ കഴിയും. കൈക്കൂലി കൊടുത്ത് അവർക്ക് വേണ്ടി ഉള്ള നിയമങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആൻഡ് കോടതികളിൽ അവർക്ക് വേണ്ടി വിധി പറയാനും അവർക്ക് കഴിയും. ഡിഫറൻസസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പ്രൊഡക്ട്സ് ആർ ഹോമോജീനിയസ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൊഡക്ട്സ് ക്യാൻ എയ്തർ ബി ഹോമോജീനിയസ് ഓർ ഡിഫറൻഷ്യേറ്റഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡക്ട്സ് എല്ലാം ഹോമോജീനിയസ് ആണ്, ഒരേപോലെയാണ്. ഇംപെർഫെക്റ്റിൽ ഒരേപോലെയും ആവാം, വ്യത്യസ്തവും ആവാം. Perfect competition is not a real concept, it is only theoretical. Imperfect competition is practical and therefore a real concept. Perfect competition എന്ന് പറയുന്നത് തിയററ്റിക്കൽ മാത്രമാണ്, ഒരിക്കലും പോസിബിൾ അല്ല. ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ കൺസെപ്റ്റ് ആണ് ആൻഡ് പ്രാക്ടിക്കൽ ടു. There are large number of buyers and sellers under perfect competition. Under imperfect competition, the number of buyers and sellers can vary from few to many. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വളരെയധികം കൂടുതലായിരിക്കും. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കൂടുതലുമാവാം, കുറവുമാവാം. Perfectly competitive firms are price takers. Imperfectly competitive firms are generally price makers. Perfect competitionൽ അവർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഡിമാൻഡ് ഇൻ സപ്ലൈ തീരുമാനിക്കുന്ന പ്രൈസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അവർക്ക് പ്രൈസ് തീരുമാനിക്കാവുന്നതാണ്. They are the price makers. Selling cost do not play any role under perfect competition. Selling cost play an important role under imperfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് ഒരു സ്ഥാനവുമില്ല. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് വളരെയധികം സ്ഥാനമുണ്ട്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. സിമിലാരിറ്റീസ്. Monopolistic competition resembles perfect competition in the following two ways. In both markets, each firm acts independently without regard to the responses of its competitors. ഈ രണ്ട് മാർക്കറ്റിലും ഓരോ ഫേംസും ഇൻഡിപെൻഡൻറ്റുമായിട്ടും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. ഇൻ ബോത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ ഫ്രീ എൻട്രി ഗ്യാരണ്ടീസ് ദാറ്റ് ഫേംസ് ഏൺ നോർമൽ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം. രണ്ടിലും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആയതുകൊണ്ട് ലോങ് റണ്ണിൽ അവർക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ
ഏൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഡിഫറൻസസ്: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. പ്രൊഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ, പ്രൊഡക്ട്സ് ആർ ഡിഫറൻഷ്യേറ്റഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡക്ട്സ് എല്ലാം ഒരേപോലെ ആയിരിക്കും. മോണോപോളിസ്റ്റിക്കിൽ വിവിധ തരം ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് എല്ലാ പ്രൊഡക്ട്സും വ്യത്യസ്തമായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് നോട്ട് എ റിയൽ കൺസെപ്റ്റ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് എ റിയൽ കൺസെപ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ റിയൽ കൺസെപ്റ്റ് അല്ല, അത് പ്രായോഗികമല്ല. മോണോപോളിസ്റ്റിക് റിയൽ കൺസെപ്റ്റാണ്, അത് പ്രായോഗികമാണ്. There are large number of buyers and sellers. The number of buyers and sellers is not so large. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വളരെയധികം കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി മോണോപോളിസ്റ്റിക്കിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കുറവാണ്. Buyers and sellers have perfect knowledge of market conditions. The buyers and sellers do not have complete knowledge about the products. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള കൃത്യമായ ധാരണയും അറിവുമുണ്ട്. മോണോപോളിസ്റ്റിക്കിൽ ഒരുപാട് ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള അറിവും ധാരണയും ഇല്ല. സെല്ലിംഗ് കോസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ. സെല്ലിംഗ് കോസ്റ്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് യാതൊരു വിധത്തിലുള്ള സ്ഥാനവുമില്ല. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വളരെയധികം ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ സെല്ലിംഗ് കോസ്റ്റിന് വളരെയധികം സ്ഥാനമുണ്ട്. All perfectly competitive firms are price takers. All firms under monopolistic competition are price makers. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡിന് സപ്ലൈ നിശ്ചയിക്കുന്ന പ്രൈസ് അവർ അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അവർ പ്രൈസ് ടേക്കേഴ്സാണ്. മോണോപോളിസ്റ്റിക്കിൽ അവരാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രൈസ് മേക്കേഴ്സാണ്. ഫേംസ് ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടൽ. ദ ഡിമാൻഡ് കർവ് ഈസ് എ സ്ലോപ്പിംഗ് ഡൗൺ വാർഡ് കർവ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലാണ്, കാരണം അത് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്. മോണോപോളിസ്റ്റിക്കിൽ ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺ ആണ്, കാരണം അത് ലെസ് എലാസ്റ്റിക് ആണ്. ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ ആർ സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. പ്രൈസ്, ഡിമാൻഡ്, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ all are same. Price, demand and average revenue are same, but marginal revenue is less than average revenue. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, പ്രൈസ്, ഡിമാൻഡ് എല്ലാം സെയിം ആണ്. അവയെല്ലാം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ മോണോപോളിസ്റ്റിക്കിൽ പ്രൈസും ഡിമാൻഡും ആവറേജ് റവന്യൂ മാത്രമാണ് സെയിം. മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂവിനേക്കാളും കുറവാണ്. താങ്ക് യു.